നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ഒരുപാട് പേര് ഈ കാര്യത്തിനെക്കുറിച്ച് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് സാധാരണമായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും വരാറുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും സാധാരണ ഒരുപാട് ഓപ്ഷൻസ് ഇതുപോലെ ഉണ്ടാകും. അത് ഞാനിവിടെ സൈഡിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ ചെക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതിൽ എന്തെങ്കിലും കോപ്പിറൈറ്റ് പ്രശ്നമുണ്ടോ, ഇത് നമ്മളുടെ ചാനലിൽ വന്നിട്ട് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആഡ് സ്യൂട്ടബിൾ ആണോ, അതായത് അഡ്വർടൈസ്മെൻറ്റ് കാണിക്കാനായിട്ടുള്ള യോഗ്യത ഈ വീഡിയോയ്ക്കുണ്ടോ എന്നൊക്കെ യൂട്യൂബ് ചെക്ക് ചെയ്തിട്ട് അത് നമ്മളോട് പറയും. സാധാരണ ഈ ചെക്കിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ തീരും. അതായത് ചെറിയ വീഡിയോസൊക്കെ ആണെങ്കിൽ ഒരു 2-3 മിനിറ്റൊക്കെ ആകുകയുള്ളൂ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ ഒരു 8-10 മിനിറ്റൊക്കെ ആകാറുണ്ട്. പക്ഷേ ഒരു ചില സമയം ഇതിന് ഒരുപാട് സമയം എടുക്കും. അത് താഴെ അത് നമ്മളെ അറിയിക്കും. അതും എങ്ങനെയാണെന്നുള്ളത് ഞാനിവിടെ സൈഡിൽ സ്ക്രീൻഷോട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് അധിക നേരം ഇങ്ങനെ ചെക്കിംഗ് എടുക്കുന്നു എന്ന് പറയും. അതിന് പല കാരണങ്ങളുണ്ട്. അതായത് യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ചിട്ട് ഈ കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, വീഡിയോ ഒക്കെ ശരിയായിട്ടാണോ ഇത് ചെയ്തിരിക്കുന്നത്, അതിൽ കോപ്പിറൈറ്റ് കണ്ടൻറ്റ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സമയം സാധാരണ ചില നേരങ്ങളിൽ എടുക്കാറുണ്ട്. ഒരു പക്ഷേ നമ്മൾ എല്ലാം ശരിയായിട്ട് ചെയ്തിരുന്നാൽ പോലും ചില സമയങ്ങളിൽ ചെക്കിങ് ഒരുപാട് അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, പലർക്കും ഈ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ടായിരിക്കും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും അത് ഉപയോഗിക്കുന്നത്. ആ സമയം നമ്മളുടെ മൊബൈലിൽ വേറെ പേജുകൾ നോക്കുകയോ വേറെ വർക്കൊന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ പേജ് അതുപോലെ വെച്ചിരിക്കുകയും വേണം. അങ്ങനെ ഇത് വന്ന് ചെക്കിങ്ങിൽ പോയിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് യൂട്യൂബ് ഇതിന് നല്ലൊരു പരിഹാരം തന്നെ പറയുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ഈ പേജിൽ വെയിറ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ലെങ്കിലും നോട്ടിഫൈ മീ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ടാബുണ്ട്. അത് ഞാനിവിടെ സൈഡിൽ കാണിക്കാം. അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് നോട്ടിഫൈ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പുഷ് നോട്ടിഫിക്കേഷൻ വഴി ചെക്കിംഗ് ഒക്കെ ചേർന്നതിന് ശേഷം യൂട്യൂബ് അത് നമ്മളെ അറിയിക്കും. പിന്നെ ഒരു പ്രശ്നവുമില്ലെങ്കിൽ അതും നമ്മളെ യൂട്യൂബ് അറിയിക്കും. സാധാരണ ഇങ്ങനെ വരികയാണെങ്കിൽ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് പകരം അത് അൺലിസ്റ്റഡിൽ ഇടുക. പിന്നീട് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് പബ്ലിക്കിലോട്ട് മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം എന്തായാലും ഈ പബ്ലിക്കിൽ ഇട്ടാലും ചെക്കിങ് മൊത്തം തീർന്നതിന് ശേഷം മാത്രമേ അതിൽ ആഡ് വരുന്നതിൻ്റെ എമൗണ്ട് നമ്മൾക്ക് സാധാരണ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പബ്ലിഷ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കാരണം കൊണ്ട് അതിൽ ഒരു കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊക്കെ വന്നാൽ അത് പിന്നീട് ബുദ്ധിമുട്ടാകും. അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ അറിയുകയാണെങ്കിൽ അതെന്തെങ്കിലും രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് പിന്നെ നമുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോഴേക്കും പല സമയങ്ങളിലും ഇപ്പോൾ ഞാനൊക്കെ ലോങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വേറെ ചാനലുകളുണ്ട്. അതൊക്കെ ഒരു ചില സമയം ഒരുപാട് നേരം ഇങ്ങനെ ചെക്കിങ്ങിൽ കിടക്കാറുണ്ട്. ഒരു മണിക്കൂറിന് മുകളിൽ ചെക്കിങ്ങിൽ കിടന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോഴേക്കും ഞാനതങ്ങനെ വിട്ടിട്ട് പോയി കഴിഞ്ഞിട്ട് കുറേ നേരം കഴിയുമ്പോഴേക്കും ചെക്കിങ് കംപ്ലീറ്റഡ് എന്ന് പല സമയങ്ങളിലും അങ്ങനെയാണ് വരാറുള്ളത്. ആദ്യകാലങ്ങളിലൊക്കെ ഇപ്പോൾ വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെയും അത് റീ അപ്ലോഡ് ചെയ്യുമായിരുന്നു. പക്ഷേ പിന്നീട് അതിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ആയതിനു ശേഷം ആ ചെക്കിങ് കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബ് എന്താ അറിയിക്കുന്നത് എന്ന് നോക്കാതെ ആവശ്യമില്ലാതെ വീഡിയോസ് പോയി ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മാത്രവുമല്ല, നമ്മളുടെ ചാനലിൽ ഇങ്ങനെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാതെ ഡിലീറ്റ് ചെയ്യുന്നത് ചാനലിനൊരു നെഗറ്റീവായിട്ടും ഈ അൽഗോരിതം കണക്കാക്കും. അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ പേഷ്യൻ്റായിട്ട് ക്ഷമയോടെ വെയിറ്റ് ചെയ്തിട്ട്, അതുവുമല്ല ഈ മൊബൈൽ ഡേറ്റ വന്നിട്ട് അത് ഒരുപാട് സമയം കൂടുതൽ എടുക്കും. ഇപ്പോൾ ഞങ്ങളൊക്കെ വന്നിട്ട് ഈ ഒപ്റ്റിക് ഫൈബർ പോലെ വളരെ ഫാസ്റ്റായിട്ടുള്ള ഓഫീസ് നെറ്റ്വർക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അത് പെട്ടെന്നൊരു 5 മിനിറ്റിലൊക്കെ താഴെ വലിയ വീഡിയോസ് പോലും
അപ്ലോഡ് ചെയ്യാനായിട്ട് വളരെ കുറഞ്ഞ സമയമേ എടുക്കാറുള്ളൂ. പക്ഷേ മൊബൈലിൽ തന്നെ ഇതേ കാര്യം ചെയ്താൽ ഒരുപാട് സമയവും, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പീക്ക് ടൈമിലൊക്കെ ധാരാളം പേരിങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന നേരം അതിൻ്റെ ടെക്നിക്കൽ ഗ്ലിച്ചസൊക്കെ കാരണം എന്നിട്ട് ചെക്കിങ്ങിന് കൂടുതൽ സമയം എടുക്കാറുണ്ട്. ഇങ്ങനെ പല കാരണങ്ങളും ഇതിന് വരാറുണ്ട്. അപ്പോൾ എന്തിരുന്നാലും നിങ്ങൾ അത് വിട്ടിട്ട് പോയി കുറേ കഴിയുമ്പോഴേക്കും അതെന്താണ് കാണിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ വിവരങ്ങളെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.